ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉള്ളി ബജ്ജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈവനിങ് സ്നാക്സിന് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബജ്ജിയാണ്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഉള്ളി ബജ്ജിക്ക് ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പച്ചമുളകൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇപ്പോൾ തന്നെ ചേർക്കണം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല. ഈ ഉള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലിരുന്ന് വെള്ളം വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാമല്ലോ എല്ലാവർക്കും. ഇതുപോലെ ഉള്ളിൽ നിന്നുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ബജ്ജി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ സമയമായി വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ കടലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടലപ്പൊടി അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാനൊരു 3 ഉള്ളിക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊടി കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ബജ്ജി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വടയുടെ ഷേപ്പിലാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 സൈഡും ഒരേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് എടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. കുറച്ച് ടൈം കൊണ്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ബജ്ജി എടുക്കാം. അപ്പോൾ വീടുകളിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ ബജ്ജി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതിനെ എടുക്കുകയാണ് എണ്ണയിൽ നിന്ന്. അപ്പോൾ വീഡിയോ എല്ലാം ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.